വെൽക്കം ബാക്ക് ടു വിനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങളെ ടുവേർഡ്സ് എ 100-fold yield, വിളയിക്കാം 100 മേനി കേട്ടോ. അതിന്റെ നമ്മൾ ഒരു പാർട്ട് ഇട്ടതാണ്. ഇനി അഥവാ കിട്ടാത്തവരുണ്ടെങ്കിലോ എന്തെങ്കിലും ആട്ടോ നിങ്ങൾ ഇത് പുതിയ നോട്ടാണിത്. അതായത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി ഒരു 10-30 എണ്ണം ഞാൻ എഴുതിയേക്കുക കേട്ടോ. ഈ ചാപ്റ്ററിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കൂ നിങ്ങൾ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. നോക്കിക്കേ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ഗെറ്റിംഗ് എ ഗുഡ് yield ബിസൈഡ്സ് നർട്ടറിങ്? അതായത് അതിന്റെ ആൻസർ ആണ് ദ അതർ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇതുപോലെ എഴുതിക്കോണേ നിങ്ങൾ കേട്ടോ. എന്തൊക്കെയാ നോക്കിയേ. ഗുഡ് സീഡ്സ്, പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ്, അതുപോലെ തന്നെ ഫെർട്ടൈൽ സോയിൽ, അതുപോലെ തന്നെ ഫേവറബിൾ ക്ലൈമറ്റ്, അതുപോലെ തന്നെ പെസ്റ്റ് ആൻഡ് വീഡ്സ് ഷുഡ് ബി കൺട്രോൾഡ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറിഗേഷൻ ഷുഡ് ബി ഡൺ. എന്താവും നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ എന്താ ഇവിടെ? അതായത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വേഗത്തിൽ നല്ല വിളവ് ലഭിക്കാനും ഗുണനിലവാരമുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മളൊരു വിത്ത് നടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് നല്ല വിത്തായിരിക്കണം അല്ലേ, ഗുഡ് സീഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നടീൽ വസ്തു നമ്മൾ തിരഞ്ഞെടുക്കണം. പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്. ഏത് വിത്താണോ നടുന്നത്, എവിടെയെങ്കിലും പേട്ട് പിടിച്ച കായൊക്കെ കൊണ്ട് നടാൻ പറ്റുമോ? ഇല്ല, ഉള്ളതിലേക്ക് നല്ലത് നോക്കി കൊണ്ട് നടണം അല്ലേ. പിന്നെ മണ്ണ് നോക്കണം കേട്ടോ. നല്ല ഫെർട്ടൈൽ സോയിൽ, നല്ല മണ്ണാണോ കേട്ടോ, അനുയോജ്യമായ വളക്കൂറുള്ള മണ്ണാണോ എന്ന് നോക്കണം. പിന്നെയോ ഫേവറബിൾ ക്ലൈമറ്റ്, നമുക്ക് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്താണോ നട്ടേക്കുന്നത് കേട്ടോ. നല്ല കാലാവസ്ഥയിലാണോ നമ്മളൊരു വിത്ത് നടുമ്പം മഴ പെയ്യുമോ ഇല്ലയോ, കറക്റ്റ് സമയത്തൊക്കെ വെള്ളം കിട്ടുമോ, സൂര്യപ്രകാശം ലഭ്യമാകണം, മണ്ണ് വളക്കൂറുള്ളതായിരിക്കണം, പിന്നെയോ അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം. പിന്നെ പെറ്റ്സ് ഉണ്ടല്ലോ, പെറ്റ്സുകൾ, കീടനാശിനികളുണ്ടല്ലോ നിങ്ങളെ, അതുപോലെ വീഡ്സ്, കളകളൊക്കെ ഷുഡ് ബി കൺട്രോൾഡ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറിഗേഷൻ ഷുഡ് ബി ഡൺ. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, ഈ വളപ്രയോഗങ്ങളും ജലസേചനവും, ഇറിഗേഷൻ എന്ന് വെച്ചാൽ ജലസേചനവും ഒക്കെ നടത്തണം അല്ലേ. എന്തെങ്കിലും കൊണ്ട് നട്ട് മണ്ണ് മാന്തി അതിനകത്തിലോട്ട് കൊണ്ടുവച്ചിട്ട് കിളിച്ചു വാന്ന് പറഞ്ഞാൽ കിളിച്ചു വരുമോ? ഇല്ല, നല്ല വിത്തായിരിക്കണം, നല്ല മണ്ണായിരിക്കണം, നല്ല കാലാവസ്ഥയായിരിക്കണം. പിന്നെ അതിനകത്തിൽ വല്ല പെറ്റ്സോ വീഡ്സോ വല്ല ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കണം. പിന്നെന്താ, കീടങ്ങളും വളപ്രയോഗവും ജലസേചനവും ഒക്കെ നടത്തണം, എങ്കിലെല്ലാം പറ്റത്തുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ അതങ്ങ് എഴുതിയെടുക്കണേ. മലയാളം മീഡിയക്കാരുടെ ചോദ്യം ഇതാവും നിങ്ങൾ. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വേഗത്തിൽ നല്ല വിളവ് ലഭിക്കാനും ഗുണനിലവാരമുള്ള ഫലങ്ങൾ ലഭിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? കൃഷി ചെയ്യുമ്പോൾ വേഗത്തിൽ നല്ല വിളവ് ലഭിക്കാനും ഗുണനിലവാരമുള്ള നല്ല ഫലങ്ങൾ ലഭിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നോക്കാം. നല്ല വിത്തായിരിക്കണം അല്ലേ, നടീൽ വസ്തു തിരഞ്ഞെടുക്കണം, സൂര്യപ്രകാശം ലഭ്യമാവണം, മണ്ണ് വളക്കൂറുള്ളതാവണം, അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം, വളപ്രയോഗവും ജലസേചനവും നടത്തണം, കീടങ്ങളെ നമ്മൾ പ്രിന്റിങ് ചെയ്യേണ്ട കീടങ്ങളെ എന്നൊക്കെ എഴുതുന്നുണ്ട്, കളകളെയും നിയന്ത്രിക്കണം എന്നാണ്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് അതാണ്ട് ഈ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവയൊക്കെ കൃഷി ചെയ്യുമ്പോൾ നല്ലപോലെ നോക്കണേ നിങ്ങൾ കേട്ടോ. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നാം ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ലക്ഷ്യം വെക്കേണ്ടത്? എന്തെല്ലാം കുഞ്ഞില്ല അതിൻ്റെ ഇംഗ്ലീഷ് എഴുതിയില്ലേ അല്ലേ. ഷുഡ് ഈൽഡ് ക്വിക്കിലി, വേഗം ഫലമുണ്ടാകണം. നമ്മൾ എന്തെങ്കിലും കൊണ്ട് നട്ട് കഴിഞ്ഞാലേ അത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കായ്ച്ച് നല്ല പഴങ്ങളൊക്കെ ഉണ്ടാകണം അല്ലേ. നമ്മുടെ മനസ്സിൽ അങ്ങനെയല്ലേ, വേഗം ഫലമുണ്ടാകണം. പിന്നെയോ മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി, നല്ല വിളവ് ലഭിക്കണം കേട്ടോ. നല്ലതുപോലെ നല്ല മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി എഴുതിയെടുത്തോണ്ടേ നിങ്ങളെ. ഷുഡ് ഈൽഡ് ക്വിക്കിലി, മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി, അതുപോലെ തന്നെ ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. ഈൽഡ് ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. YIELD ആണ് ഈൽഡ്. ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. വായിക്കാൻ പറ്റണേ. വേഗം ഫലം ഉണ്ടാകണമെന്ന് വെച്ചാൽ ഷുഡ് ഈൽഡ് ക്വിക്കിലി, മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി, ഈൽഡ് ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. ഓക്കെ ആണോ? അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ ഇവിടെ വിട്ടുപോയതാണ് കേട്ടോ. അപ്പം ആ രണ്ടെണ്ണം വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണേ. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. മൂന്നാമത്തത്, ഫ്രം വിച്ച് പാർട്സ് ഓഫ് ദീസ് പ്ലാന്റ് ഡു സാപ്ലിംഗ് ഫോം? നോക്കണേ നിങ്ങളെ. സാപ്ലിംഗ് ഫോം എന്താ? അതായത് വിത്തിൽ നിന്നല്ലാതെ നമ്മളിപ്പോൾ ഈ വിത്ത് നടുക,
മാവിൻ്റെ കുരുവോ പറങ്കാവിൻ്റെ കുരുവോ അല്ലെങ്കിൽ എന്താ ആഞ്ഞിലിയുടെ ഇതൊക്കെ അല്ലേ സീഡ്സുകളൊക്കെ അല്ലേ നമ്മൾ നടുന്നത് അല്ലേ. വിത്തിൽ നിന്നല്ലാതെ തൈകൾ നമുക്ക് പറ്റുമോ? പറ്റും. നമ്മൾ വേര് വെച്ച് നടുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് നിങ്ങളെ ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. കറി ലീഫ് പ്ലാന്റ് ഉണ്ട്, ജിഞ്ചർ പ്ലാന്റ് ഉണ്ട്, ബ്രയോഫിലിം ഉണ്ട്, പെപ്പർ പ്ലാന്റ് ഉണ്ട് അല്ലേ. ഒരു പടം തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ കറിവേപ്പിൻ്റെ വേരാണ് നടുന്നത്. ജിഞ്ചർ എന്ന് വെച്ചാൽ ഇഞ്ചിയുടെ പൂകാണ്ഡം കമ്പാണ് നടുന്നത്. ബ്രയോഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ ഇലമുളച്ച് ഞങ്ങളുടെയൊക്കെ കുഞ്ഞിനാളിലുണ്ടല്ലോ ഞങ്ങൾ ഈ പുസ്തകത്തിനകത്തിൽ ഈ ഇല കൊണ്ടുവന്ന് വെക്കുമായിരുന്നു കിളിക്കാൻ. അത് നല്ല രസം കേട്ടോ. കിളിച്ച് അതിൻ്റെ എന്താ കിളിക്കുന്നത് കാണാൻ തന്നെ. പെപ്പർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താ പെപ്പർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ കുരുമുളക് അല്ലേ. അതിൻ്റെ അതിൻ്റെ എന്താ തണ്ടാണ് കേട്ടോ. പെപ്പർ എന്ന് വെച്ചാൽ കുരുമുളകിൻ്റെയൊക്കെ തണ്ട്. വെറ്റിലല്ലേ നമ്മൾ മുറുക്കാൻ ഉപയോഗിക്കുന്ന വെറ്റില, ഇതിൻ്റെയൊക്കെ എന്താ തണ്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത 4ാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഡിഫറൻഷിയേറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ എന്താ കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നിങ്ങളെ. സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. Seedling are germinated from seeds. The formation of new sapling from the vegetative parts like root, stem, leaf and underground stem is called vegetative propagation. This is a kind of a sexual reproduction. 2 മാർക്കിന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കുഞ്ഞുങ്ങളെ. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? നല്ലപോലെ പഠിച്ചോണ്ടേ അത് കേട്ടോ. നല്ലപോലെ ഇംഗ്ലീഷ് മീഡിയക്കാരെ ഏത് മീഡിയ ആയാലും പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും തമ്മിലുള്ള വ്യത്യാസം എന്താ നോക്കിക്കേ. ഒരു സസ്യത്തിൻ്റെ നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ഒരു ബാക്കായി പോവാം. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, പൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. നല്ലപോലെ പഠിച്ചോണേ. കായിക പ്രജനനം എന്നാൽ എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാൽ എന്താണ്? ഒരു സസ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും കായിക ഭാഗങ്ങളായ വരുന്നതാണ്. വേരിൽ കൂടി കൈ വരുന്നുണ്ട്, തണ്ടിലുണ്ട്, ഇലയിലെ പൂകാണ്ട എന്നിവയിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയ ഞങ്ങളെ കായിക പ്രജനനം എന്ന് പറയുന്നത്. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ് കേട്ടോ. 1 മാർക്കിന് ചോദിക്കാം. ഇത് അസെക്ഷൽ ആണ് കേട്ടോ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. വിത്തുകൾ ഉണ്ടായി അതുവഴി പ്രത്യുൽപാദനം നടത്തുന്ന രീതിയാണ് അത് ഓർത്തോണ്ടേ അലൈംഗിക വിത്തുകൾ ഉണ്ടായി അതുവഴി പ്രത്യുൽപാദനം നടത്തുന്ന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 4 ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത 5ാമത്തെ ചോദ്യം, write examples for plants formed through sexual reproductions and vegetative propagation. കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ് നിങ്ങളെ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അത് പീസ്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, പംകിൻ, പപ്പായ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ എഴുതാം കേട്ടോ. കായിക പ്രജനനം വഴിയും അതുപോലെ തന്നെ ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്ന ഏതാണെന്നറിയോ? ഏതൊക്കെയാ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ലൈംഗിക പ്രത്യുൽപാദനം വഴി കേട്ടോ. പീസ്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, പംകിൻ, പപ്പായ എന്നിവ. എന്നാൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ഗാർലിക്, ജിഞ്ചർ, റോസ് ഇതെല്ലാം എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ഓക്കെ ആണല്ലോ? അതായത് കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാൻ. കായിക പ്രജനനം വഴിയാണെങ്കിൽ അത് മരച്ചീനിയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, കാച്ചിലുണ്ട്, ചെമ്പരത്തി, റോസ്, ഇലമുളച്ചിയുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, വേപ്പുണ്ട്, ശീമപ്ലാവുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 2, 3, 4 എണ്ണത്തിൻ്റെ പേര് പിടിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണെങ്കിൽ അത് നെല്ല്, തെങ്ങ്, ചീര, മത്തൻ, ഓറഞ്ച്, പ്ലാവ് കേട്ടോ, കശുമാവ്, ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു 5-6 പേര് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? അടുത്തത്, ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ക്യാൻ റീപ്രൊഡ്യൂസ് ബോത്ത് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഏതൊക്കെയാ നോക്കിക്കേ? ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറ കേട്ടോ, പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ശീമക്കൊന്ന, മുരിങ്ങ, കറി ലീഫ്, പിന്നെ ചൈന റോസ്,
തേക്ക്, ഇതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിളാണ് കേട്ടോ. മലയാളത്തിൽ എന്താ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ കേട്ടല്ലോ, ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ശീമക്കൊന്ന, കറിവേപ്പ്, മുരിങ്ങ, നാലുമണിപ്പൂവ്, മൈലാഞ്ചി, കനകാമ്പരം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4-5 പേര് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ചാപ്റ്ററിലെ എന്താണ് ലെയറിങ് എന്നാൽ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ്. ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെയാണോ നിങ്ങളെ, അതായത് ഇപ്പം നമ്മൾ പഠിച്ച വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാൽ എന്താണ് കേട്ടോ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാൽ എന്താണ്, അത് നല്ലപോലെ പഠിക്കണം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാൽ എന്താണ്, ലെയറിങ് എന്നാൽ എന്താണ്. ലെയറിങ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് plantlets by cutting and planting the stem of a mother plant after generating roots from it. അതായത് നമ്മുടെ മാതൃസസ്യത്തിൻ്റെ ഒരു പ്ലാവാകും നിങ്ങൾ, അല്ലെങ്കിൽ ഒരു മാവ്, ആഞ്ഞിലി, എന്തെങ്കിലും ആട്ടെ, അല്ലെങ്കിൽ ഒരു ചെമ്പരത്തിയോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ്. പടം നമ്മുടെ ടെസ്റ്റിൽ നല്ലപോലെ അവർ കാണിച്ചിട്ടുണ്ട്, മുറിച്ചെടുക്കുന്നതും നടുന്നതും ഒക്കെ എൻ്റെ പടം കേട്ടോ. അത് നോക്കി പഠിച്ചോണേ. മാതൃസസ്യത്തിൻ്റെ കേട്ടോ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയെയാണ് പതിവെക്കൽ അല്ലെങ്കിൽ ലെയറിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, നല്ലപോലെ പഠിച്ചോണേ. ഇനി ഇതിന് കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ പടത്തിനകത്തിൽ, നിങ്ങളുടെ പടത്തിനകത്തിൽ നല്ലപോലെ അത് പറയുന്നുണ്ട് കേട്ടോ, കാണിക്കുന്നുണ്ട്. എന്താ പ്രോസസ്സിങ്ങിനെ കുറിച്ച് കേട്ടോ. എന്താ നോക്കിക്കേ. സെലക്ട് എ പെൻസിൽ സൈസ് സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. Make a cut of 2-3 cm in length in a circular shape on the bark between 2 nodes of this stem. ഒന്നാമത്തെ ഘട്ടമാണ് നിങ്ങൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് കേട്ടോ. എന്നിട്ട് രണ്ടാമത് എന്ത് ചെയ്യണം, അപ്ലൈ സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് കൊക്കോ പീറ്റ്, സോയിൽ ആൻഡ് കൗഡങ് പൗഡർ ടു ദീസ് ഏരിയ. റാപ്പ് ദീസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ്. വാട്ടർ ദ ഏരിയ ഇഫ് റിക്വയർഡ്. എന്നിട്ട് മൂന്നാമത് എന്ത് ചെയ്യണം, റൂട്ട്സ് വിൽ സ്പ്രോട്ട് in the area of layering within 2 months. Cut the stem just below the area of layering and these can be planted in a flower pot or grow bag. When it start growing, it can be replanted in the soil. നമ്മൾ പഠിച്ചത് എന്തിനെക്കുറിച്ചാണ് നിങ്ങളെ, എന്തിനെക്കുറിച്ചായിരുന്നു, ലെയറിങ്ങിനെ കുറിച്ചാണ് അല്ലേ. ലെയറിങ്ങിൻ്റെ നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിൽ പതിവെക്കൽ, ലെയറിങ് എന്ന് വെച്ചാൽ എന്താണ്. നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ചെമ്പരത്തിയുടെയോ റോസയുടെയോ ഒരു കമ്പ് എടുത്തിട്ട് കേട്ടോ, അതിൻ്റെ കമ്പ് ഇങ്ങനെ നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കണേ. കറക്റ്റായിട്ടെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു അളവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ആ മാതൃസസ്യത്തിൽ നിന്നും പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് നമ്മൾ തിരഞ്ഞെടുക്കണം. പെൻസിലൊക്കെ നമുക്കറിയാവേ അല്ലേ. ആ പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് നമ്മൾ തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. നമ്മൾ എടുക്കുമ്പോൾ എന്തോ ചെയ്യണം, അറ്റവും മുറി അവിടെ ഇവിടെയും കിളിച്ചിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങനെ അതല്ല, അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കമ്പിൽ നിന്നും ആയിരിക്കണം അത്. ഈ കമ്പിൽ 2 നോട്ട്സ് എന്ന് വെച്ചാൽ അറിയാമോ നിങ്ങൾ, ഈ കട്ടയായിട്ട് അതിൻ്റെ ഓരോ മടക്കായിട്ടുണ്ടല്ലോ, അതിനാണ് അവിടെ പർവ്വങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനിടയിലുള്ള തൊലി 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യണം, വളയാകൃതിയിൽ ചെത്തി മാറ്റുക. അതാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി കേട്ടോ. ടെസ്റ്റിൽ അത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, എന്നാലും ഞാനങ്ങ് പറയാം. ഇനി രണ്ടാമത്തെ ഘട്ടം, അതെടുത്തിട്ട് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ കിളിക്കത്തില്ല, നമുക്കറിയത്തില്ല. അപ്പോൾ ഇച്ചിരി വെള്ളം നനച്ച് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സ്പ്രേ വെച്ച് വെള്ളം ഒഴിക്കുമല്ലോ, അത് വെച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. മൂന്നാമത് എന്താ നോക്കി കുഞ്ഞുങ്ങളെ, 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. ശരിയല്ലേ. നമ്മൾ വെള്ളം ഒഴിച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചുകൊണ്ടേ ഇരിക്കുമ്പം അതിനകത്തിരുന്ന് എന്താണ് ഇതിരുന്ന് പെതുക്കെ ഇതിന് വേരുകൾ വരാൻ തുടങ്ങും. ഈ വേര് മുളച്ച് കമ്പ് പതിവെച്ചതിന് ശേഷം ഇതെന്ത് ചെയ്യാം, താഴെ അത് മുറിച്ചെടുത്തിട്ട് വല്ല ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ അത് മണ്ണിലോട്ട് മാറ്റി നടുകയും വേണമെന്ന് കേട്ടോ. അത് നല്ലപോലെ എഴുതി എടുക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെയറിങ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക്, അങ്ങനെ നമുക്ക് എന്തൊക്കെ പറ്റും കുഞ്ഞുങ്ങളെ, ജാസ്മിൻ അല്ലേ, മുല്ലയുടെ, പിന്നെ റോസ്, ഹിബിസ്കസ്, കാഷ്യൂ, സപ്പോട്ട അല്ലേ, ഇതൊക്കെ പറ്റും. പതിവെക്കലിൽ ഫലപ്രദമായ സസ്യങ്ങൾക്ക് ഉദാഹരണം എഴുതുക. നോക്കിയേ, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ടയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത വാട്ട് ഈസ് സെർപ്പൻറ്റൈൻ ലെയറിങ് എന്ന് വെച്ചാൽ
സെർപ്പൻറ്റൈൻ കേട്ടോ. നാഗപതിവയ്ക്കൽ എന്നാൽ എന്ത്? ലെയറിങ് പഠിച്ചേ. ഇനി അതിൽ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ ഒരു പതിവയ്ക്കൽ എന്നാൽ എന്തെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി അടുത്തത് നാഗപതിവയ്ക്കൽ കേട്ടോ. നാഗപതിവയ്ക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർപ്പൻറ്റീവ് ലെയറിങ്. In plants like pepper, layering can be done by bending the long branches into the soil and covering the branches with soil at intervals. അതായത് നോട്ട്സിലാണ് കേട്ടോ. നോട്ട്സ് എന്ന് വെച്ചാൽ അറിയാലില്ല, മടക്ക് നിങ്ങൾ ഈ കൊടിയുടെയും ഒക്കെ തണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളെ? വെറ്റ കൃഷിയുള്ളവർക്കറിയാം. അതല്ലെങ്കിൽ മുളക് ഉണ്ടല്ലോ, കുരുമുളകിൻ്റെയൊക്കെ തണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 5 സെൻറ്റിമീറ്റർ കഴിയുമ്പോൾ അടുത്ത ഒരു മടക്ക്, അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അതിനാട്ടോ. ഇൻ ദീസ് വേ മൾട്ടിപ്പിൾ സാപ്ലിംഗ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് നോക്കിയേ സൈമിൾട്ടേനിയസ്ലി. ആ വാക്കൊന്ന് നല്ലപോലെ പഠിച്ചോണ്ടോ. ഫ്രം എ സിംഗിൾ ബ്രാഞ്ച്. നാഗപതിവയ്ക്കൽ എന്നാൽ എന്താണ് നോക്കൂ നിങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ച് വെച്ച് പല ഭാഗങ്ങളിൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ കട്ടയായിട്ട്, അതിന് ഇടവിട്ട് മണ്ണിട്ട് മൂടി നമുക്ക് പതിവയ്ക്കാം. ഈ രീതിയിൽ ഒരേ സമയം തന്നെ ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് നമുക്ക് ലഭിക്കും കേട്ടോ. ഈ രീതിയിൽ പതിവെക്കുന്നതിനെയാണ് നമ്മൾ നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് നല്ലപോലെ എഴുതിയെടുത്തോണം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഉള്ളതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത് കേട്ടോ. കാരണം ഒറ്റ ചാപ്റ്റർ ഒറ്റ ലിങ്കിൽ അങ്ങ് എഴുതാമെന്ന് വിചാരിച്ചു. അടുത്ത ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ലെയറിങ്. അഡ്വാൻറ്റേജ് ഒക്കെ നോക്കിക്കോ നിങ്ങളെ. പോസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. പിന്നെ ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് അഡ്വാൻറ്റേജ് ആണേ കേട്ടോ. ഇനി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സ്മാൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. പിന്നെ റിക്വയർ മോർ കെയറും ആയിരിക്കും കേട്ടോ. മനസ്സിലായോ? possess the quality of a mother plant, early flowering and fruiting, small size and short lifespan, absence of a taproot system, require for more കെയർ. എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും. നമ്മൾ പതിവയ്ക്കലിനെ കുറിച്ച് ലെയറിങ്ങിനെ കുറിച്ചല്ല പഠിക്കുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാം അതിനെ തരംതിരിച്ച് എഴുതുക. ഗുണങ്ങൾ എന്താണ്, അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്താണ് നോക്കൂ കുഞ്ഞുങ്ങളെ. ഗുണങ്ങൾ, മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തായാലും നമ്മൾ മനുഷ്യരായാൽ തന്നെ എന്താണ് അവനവൻ്റെ അമ്മമാരുടെ സ്വഭാവം മക്കൾക്ക് കാണത്തില്ലേ? മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ എപ്പോഴും ഉണ്ടാവും അല്ലേ? പിന്നെ തന്നെയുമല്ല ഇതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇത് വേഗത്തിൽ ലെയറിങ്ങിൻ്റെ ആണ് വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് ദോഷങ്ങളും ഉണ്ട്. എന്തോന്നറിയോ? ഈ ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. ഇപ്പം നമ്മൾ ബഡ് ചെയ്ത കുറേ മേടിക്കുന്നില്ലേ കുഞ്ഞുങ്ങളെ? ഇപ്പം ചക്കയാണെങ്കിൽ 2 വർഷം കൂടി ഇരിക്കുമ്പോൾ മുറ്റത്തിപ്പോൾ എല്ലാവരും അത് നട്ടിരിക്കുകയല്ലേ? 2-3 വർഷം ആകുമ്പോഴത്തേക്ക് ചക്ക അതേ കിടപ്പുണ്ടല്ലേ? ചക്ക, മാങ്ങ, തേങ്ങ എന്ത് വേണമെങ്കിലും 2-3 വർഷം കൊണ്ട് മുറ്റത്ത് നിൽപ്പുണ്ട് അല്ലേ? പക്ഷേ അതിനൊന്നും വലിയ ഗുണമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. എത്രക്കായാലും വർഷങ്ങളോളം നിൽക്കുന്ന ഒരു പ്ലാവിൽ നിന്നും നമ്മളൊരു ചക്ക അടത്തി കഴിക്കുന്നതും അല്ലെങ്കിൽ ഒരു മാങ്ങ അടത്തി കഴിക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു രുചി അല്ലേ? കാരണം അത്രയും വർഷം ചെന്ന് അത് ഉണ്ടാകുന്നതാണ്. മറ്റേ ഇപ്പം 2 കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടായിട്ട് അതിനകത്തിൽ എന്തോ രുചി വരാനാ അല്ലേ? പിന്നെ പറയാം മാങ്ങ, തേങ്ങ, ചക്കയാന്നൊക്കെ നമുക്ക് പറയാം. അപ്പം അത് തന്നെ കുഞ്ഞുങ്ങളെ, ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. തായ്വേര് പഠനം ഒന്നും ഉണ്ടായിരിക്കത്തില്ല. എവിടെ വേര് പിടിക്കുന്ന എങ്ങനെ 1-2 കൊല്ലം കൊണ്ടൊക്കെ എന്തോ വേര് പിടിക്കാനാ? തായ് വേര് പടലം ഒന്നും ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഇയാളെ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ ഉരുണ്ട് വീഴും അല്ലേ? കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ, ഗ്രാഫ്റ്റിങ് ഓരോന്നിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ? ലെയറിങ് കഴിഞ്ഞേ. ഓക്കെ, അടുത്ത ഗ്രാഫ്റ്റിങ്. ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻസ് ഓഫ് സാപ്ലിംഗ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട് ആൻഡ് ബിലോങ്സ് ടു ദ same species. That plant that has roots selected for a grafting is called root stock, and then stem which is joined to it called scion. അതായത് ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ കമ്പൊട്ടിക്കൽ. ഇനി അടുത്തത് നിങ്ങളുടെ ടെസ്റ്റിൽ ഇതിൻ്റെ എല്ലാം പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കി വെച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. കമ്പൊട്ടിക്കൽ തിരിഞ്ഞു പോകല്ലേ? ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒന്നും തിരിഞ്ഞു പോകരുത് കേട്ടോ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട, ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ വേറെ, ഇപ്പം മഞ്ഞ ചെമ്പരത്തിയുടെ കമ്പെടുത്തിട്ട് നമ്മൾ വെള്ള ചെമ്പരത്തിയുടെ കമ്പുമായിട്ട് ഒട്ടിച്ച് കേട്ടോ, അങ്ങനെ 2 കമ്പുകൾ തങ്ങളിൽ ഒട്ടിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഈ കമ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ. മറ്റേത് അങ്ങനെയല്ല കേട്ടോ, ലെയറിങ് വേറെയാണ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ.
ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെറിയനെ റൂട്ട് സ്റ്റോക്ക് എന്നും ഈ ഒട്ടിക്കുന്ന കമ്പിനെ നമ്മൾ സയൺ എന്നും പറയുന്നു. അതൊരു മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയതാണ് കേട്ടോ. നമ്മുടെ വേരുണ്ടല്ലോ, ചുവട്ടിലെ വേരോട് കൂടിയ ഭാഗത്തെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നും നമ്മൾ ആ ഒട്ടിച്ച കമ്പുണ്ടല്ലോ അതിനെ സയൺ എന്നും വിളിക്കുന്നു. നോട്ട് എഴുതിയെടുത്തോണ്ടായോ ഞങ്ങൾ കേട്ടോ. ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് ഒരു അരോചകമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും, കാരണം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സൗണ്ട് അരോചകമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുത്തോണ്ട് കേട്ടോ. ദ റൂട്ടഡ് പ്ലാന്റ്സ് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കാൾഡ്. ഞാൻ പറഞ്ഞില്ലേ അത് ചോദിക്കുമെന്ന്. കമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയതിന് പറയുന്ന പേര് സ്റ്റോക്ക് എന്നാണ് കേട്ടോ. അതിൻ്റെ മലയാളം മൂലകാന്ഡം എന്നൊക്കെ പറയും കേട്ടോ, മൂലകാന്ഡം. എന്നാൽ ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്, നമ്മൾ കമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുത്ത ആ ചെടിയുടെ കമ്പിനെ നമ്മൾ സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പെന്നും പറയുന്നു കേട്ടോ. എല്ലാ നോട്ടും ഉണ്ടേ. ഓക്കെ, അടുത്ത എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഗ്രാഫ്റ്റിംഗ്. നോക്കൂ നിങ്ങളെ, നമ്മൾ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അതിൻ്റെ പ്രോസസ്സ്. നമ്മൾ മറ്റേത് ലെയറിങ്ങിൻ്റെ പ്രോസസ്സ് ഒന്ന് പഠിക്കുമ്പോൾ ഒന്നും മറന്നു പോകല്ലേ. നോക്കിയേ, ഒന്നാമത്തെ ഇതൊക്കെ ടെസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂസ് എ മാംഗോ പ്ലാന്റ്സ് ഓഫ് മൂവാണ്ടൻ. ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഇഷ്ടംപോലെ പിടിച്ചായിരുന്നു. 3 മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. അതെന്താ, അതിൻ്റെ ഇലകൾ മൊത്തം അപ്പുറമൊക്കെ ഉള്ള വീട്ടിലാണ് കേട്ടോ. അതുകൊണ്ട് തെറിച്ചെന്താണ് അപ്പുറത്തെ വീട്ടിലാണ്. പക്ഷേ നല്ല കേടൊന്നും അടിച്ച് വീഴുമ്പോൾ ഉള്ള ആ ഒരു ചതച്ചിലേ ഉള്ളൂ. ഈ മൂവാണ്ടൻ മാങ്ങയ്ക്കകത്തിലേ പുഴുവൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. വലിയ പുഴു കിളിച്ചുണ്ട മാങ്ങയ്ക്കകത്തിലൊക്കെയാണ് അതൊന്ന് വിളയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പുഴുവാവും കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഏതൊക്കെ മാങ്ങ ഉണ്ടോന്നൊന്ന് കമൻറ്റ് പറയണേ നിങ്ങൾ കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ. Okay, choose a mango plants of Moowandan, variety of 6 months to 1 year. These plants with root is called root stock. Cut a stem that has the same size as the root stock from a high yielding tree of Neelam variety. This is called scion. A stem which has newly formed bud should be selected as a scion. Cut the root stock at 50 cm from the bottom to join the scion. Make a 4 cm deep cut along the center of this root stock using a knife. Make a the taped cut on both sides at the bottom of the scion. Insert the scion into the gap made into the root stock and bind it with a polythene tape. Once the scion gets joined with the stock and begins to grow, the sapling can be planted at the more the convenient place. നമ്മൾ ലെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്താണ് ഈ കമ്പൊട്ടിക്കൽ അല്ലേ, ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ മലയാളം നോക്കിയോ നിങ്ങളെ. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈ നിങ്ങൾ തിരഞ്ഞെടുക്കുക. 6 മാസം മുതൽ 1 വർഷം വരെയെങ്കിലും പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവായിരിക്കണം കേട്ടോ. എന്നിട്ടോ അതിൻ്റെ വേരോട് കൂടിയ ഈ ചെടിയെ നമ്മൾ എന്താണെന്ന് മുമ്പ് പറഞ്ഞു റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ആ വേരോട് കൂടിയ ഭാഗത്തിനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. എന്നാൽ നല്ല കായ്ഫലമുള്ള നീലമാവിൽ നിന്നും, നോക്കണേ മൂവാണ്ടൻ മാവിൻ്റെ ആയിരുന്നേ, അതിൽ നിന്നും വേറെ നീലമാവുണ്ട്, അറിയാമോ, നീല കളർ മാങ്ങ പുറം ഭാഗം ഒരു ലൈറ്റ് നീലങ്ങൾ, ആ നീലമാവിൽ നിന്നും അതിൻ്റെ ഒരു റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് നമ്മൾ മുറിച്ചെടുക്കുക. ഇതിനെ നമ്മൾ ആ കമ്പ് കൊണ്ടുവരുന്നതിനെ സയൺ, നമ്മൾ ഫസ്റ്റ് മുതൽ പറയുന്നില്ലേ വേരോട് കൂടിയതിനെ റൂട്ട് സ്റ്റോക്ക് എന്നും ആ കൊണ്ടുവരുന്ന കമ്പിനെ ഏതാണോ അതിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്ന അതിനെ സയൺ എന്നുമാണ് പറയുന്നത്. ഈ പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയണായിട്ട് അവിടെ തിരഞ്ഞെടുക്കേണ്ടത്. ഈ കമ്പ് ഒട്ടിക്കാനായിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്തു നിന്നും 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് നമ്മളൊരു 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. ടെസ്റ്റിൽ അത് മുറിച്ചതിൻ്റെ ഒക്കെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. സയണിൻ്റെ ഈ അടിഭാഗം 2 വശം എന്നിട്ട് ചരിച്ച് വേണം ചെയ്താൽ. നമ്മൾ നേരെ ഇങ്ങനെ അങ്ങ് ഇരുമ്പോ കത്താളം എടുത്തിട്ട് നേരെ അങ്ങ് വെട്ടി വെക്കരുത്, ഒന്ന് ചരിച്ച് ആ പടം കണ്ടാൽ അറിയാം കേട്ടോ. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടായ വിടവിലേക്ക് ഈ സൈൻ തിരികെ വെച്ചിട്ട് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റിക്കെട്ടണം. ഈ സൈൻ സ്റ്റോക്കിനോട് വളർന്നു കഴിഞ്ഞാൽ ചെടി എവിടെയെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്തോട്ട് മാറ്റി നടണമെന്നുമാണ് പറയുന്നത്. എങ്ങനെയുണ്ട് മനസ്സിലാക്കണേ, നിങ്ങൾ എഴുതിയെടുക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബാക്ക് അടിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് പ്രൊഡ്യൂസിങ് സാപ്ലിംഗ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഡിസീസ് റെസിസ്റ്റൻസ് ആയിരിക്കും, ഇംപ്രൂവ്ഡ് ഈൽഡ് ആയിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ എന്താ നോക്കിയേ, കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്? കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്? നമ്മളിപ്പോൾ പറഞ്ഞു, വേഗത്തിൽ അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അല്ലേ. അതിന് കുറഞ്ഞ പരിചരണമൊക്കെ മതി. മറ്റേതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ചെന്ന് നോക്കിയൊന്നും വേണ്ട, നമ്മുടെ മണ്ണിൽ അത് നന്നായി വളരുകയും ചെയ്യുമെന്ന് കേട്ടോ.
അടുത്ത എന്താ കുഞ്ഞുങ്ങളെ ബഡ്ഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ലെയറിങ് പഠിച്ചു, ഗ്രാഫ്റ്റിംഗ് പഠിച്ചു. അടുത്തത് എന്താണ് ബഡ്ഡിങ് എന്നാൽ എന്താണ്, മുകുളം ഒട്ടിക്കൽ എന്നാൽ എന്താണ്. ബഡ്ഡിങ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ബൈ ജോയിനിങ് ദ ബഡ് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷ്യസ്. അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയെ കുഞ്ഞുങ്ങളെ മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. വായിക്കാൻ പറ്റുമല്ലോ. അടുത്തത് വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ബഡ്ഡിങ്. നമ്മൾ ലെയറിങ് പഠിച്ചു, അതിൻ്റെ പ്രോസസ്സ്. ഗ്രാഫ്റ്റിംഗ് പഠിച്ചു, അതിൻ്റെ പ്രോസസ്സ്. ബഡ്ഡിങ് പഠിച്ചു, അതിൻ്റെ പ്രോസസ്സ്. എന്താ ബഡ്ഡിങ്ങിൻ്റെ പ്രോസസ്സ് നോക്കിയേ. ചീസൽ ഓഫ് എ ബഡ് along with the bark from the branch of a superior quality of jackfruit tree. This is a scion ആണല്ലോ. peel off back the bark from the area where the bud is to be inserted in the native jackfruit tree sapling which is grown in a pot അല്ലെങ്കിൽ grow bag. പിന്നെയോ attach the scion with a polythene tape to be area of the root stock from where the bark was removed keeping the bud exposed. അല്ലോ മനസ്സിലായോ നിങ്ങളെ. നമ്മളിപ്പോൾ പഠിച്ച എന്തോത്തിനെ കുറിച്ച് അതിന് 4 എണ്ണം ഉണ്ടല്ലേ. when the bud started to grow well, remove the upper portion of the stalk. The sapling can be replanted in soil when the bud is grown. നമ്മൾ ഈ മുകുളം ഒട്ടിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. എങ്ങനെയാണ് ഈ മുകുളം ഒട്ടിക്കുന്നത്? ഇങ്ങനെയൊക്കെയോ നിങ്ങളെ നോക്കിയേ. നല്ല ഇനം പ്ലാവിനെ, ഓരോന്നിനെയും നമ്മൾ പറഞ്ഞു കേട്ടോ. നല്ല ഇനം പ്ലാവിനെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. നല്ല ഇനം പ്ലാവിൻ്റെ കമ്പുണ്ടല്ലോ നിങ്ങളെ, പ്ലാവിൻ്റെ കമ്പ്, അത് അതിൻ്റെ മുകുളം അല്ലേ തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതിനെയാണ് സയൺ എന്ന് ഇതിവിടെ പറയുന്നത്. ഇനി ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ്റെ തൈയിൽ നിന്നും മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറം തൊലി ചെത്തി മാറ്റുക. പടം നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. എന്നിട്ടോ മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ എന്ത് ചെയ്യുക, ഏതെങ്കിലും പറമ്പിലോ അയ്യത്തോ കൊണ്ടൊന്ന് മാറ്റി നടുക. എങ്ങനെയുണ്ട്? ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ, അപ്പം അറിയാം അല്ലേ. എല്ലാം നമ്മൾ ഇപ്പം ഈ 3-4 എണ്ണം പറഞ്ഞല്ലോ. അപ്പോൾ നോക്കി കുഞ്ഞുങ്ങളെ, അടുത്തത് ഈ ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ ഉണ്ട് കേട്ടോ. എക്സാമിൻ ദ സ്റ്റേജ് ഓഫ് ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ. Okay, to prevent the self-pollinations, remove stamens from the flowers in which artificial pollination is to be done. The flower is wrapped well to prevent the pollen grains from other flowers falling on it. പിന്നെ pollen grains from flowers of a plant belonging to the same species but having different qualities are collected using a brush. Pollen grains thus collected are deposited on the stigma on the flower which is to be pollinated artificially. The flower is wrapped again to prevent pollination. നമ്മൾ ഈ കൃത്രിമ പരാഗണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാ കുഞ്ഞുങ്ങളെ? നമ്മൾ പരാഗണം നടത്തുന്നല്ലേ പൊളിനേഷൻ, അതിൽ കൃത്രിമ പരാഗണമുണ്ട് അല്ലേ. ആർട്ടിഫിഷ്യൽ പൊളിനേഷനിൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ വേണ്ടി പൂവ് പൊതിഞ്ഞു കിട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്നും പരാഗരേണുക്കൾ ബ്രഷിലെടുത്ത് ശേഖരിക്കുന്നു. എന്നിട്ട് ആ ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് കൊണ്ടുവന്ന് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായിട്ട് ഈ പൂവ് വീണ്ടും എന്നിട്ട് പൊതിഞ്ഞു കിട്ടുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഓക്കെ, അടുത്ത ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം എന്നാൽ എന്താണ്? നോക്കൂ കുഞ്ഞുങ്ങളെ. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻസ് ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പൊളിനേറ്റിംഗ് 2 പ്ലാന്റ്സ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷ്യസ്. From the seeds thus produced, those with superior quality are collected. These are the hybrid seeds. എന്താണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം എന്നാൽ എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെയാണ് വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്നും ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് വിച്ച് ആർ ദ മേജർ അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ, നിങ്ങൾക്ക് USSൻ്റെ പരീക്ഷയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ആർ ദ മേജർ അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്ററുകൾ നോക്കി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി KAU മണ്ണുത്തി തൃശ്ശൂർ,
Kerala Agriculture University is an important agriculture research center in Kerala. The main activities are conducting researches of varieties of crops, animals, birds, etc. and knowledge disseminations programs. അതുപോലെ തന്നെ റീജിയണൽ റിസർച്ച് സെൻറ്റർ ഓഫ് കേരള, റീജിയണൽ റിസർച്ച് സെൻറ്റർ ഓഫ് കേരള ഏതാ? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI എവിടെ? ശ്രീകാര്യം, തിരുവനന്തപുരം. കൾട്ടിവേഷൻസ് ആൻഡ് റിസർച്ചസ് ഓൺ ദ ട്യൂബർ ക്രോപ്സ് ആർ കണ്ടക്റ്റഡ് ഹിയർ കേട്ടോ, ഹിയർ. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കേരള RRII എവിടെ? കോട്ടയം. ഡെവലപ്മെന്റ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി ഓഫ് എ റബ്ബർ പ്ലാന്റ് സ്യൂട്ടഡ് ഫോർ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസ്. സെൻട്രൽ പ്ലാന്റേഷൻസ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ CPCRI കാസർഗോഡ്. അതേതാ? കണ്ടക്ട് റിസർച്ച് കോക്കനട്ടും മരക്കനട്ടും അതുപോലെ കൊക്കോയും ഒക്കെ കേട്ടോ. അടുത്തത് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR കോഴിക്കോടാണ്. മേജർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്ഡ് റിസർച്ച് ഇൻ സ്പൈസസ് അല്ലേ, റീജിയണൽ റിസർച്ച് സെൻറ്റർ ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. അടുത്തത് കുഞ്ഞുങ്ങളെ, അതായത് അതിൻ്റെ മലയാളം കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? കേരള കാർഷിക സർവകലാശാല KAU മണ്ണുത്തി തൃശ്ശൂർ. അവിടെ എന്താ? അവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് ഇവിടുത്തെ മുഖ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമുകളും എന്തുവാ അവിടെ, എന്തുവാ CTCRIയിൽ എന്താണ്? കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനമാട്ടോ, അവയുടെ ഉൽപാദനവുമാണ് അവിടെ നടക്കുന്നത്. ഓരോന്നിനെ കുറിച്ച് ഓർത്തോണേ കുഞ്ഞുങ്ങൾ കേട്ടോ. CTCRI എന്താണ്? കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ്. അങ്ങനെയാണെങ്കിൽ റബ്ബറിൻ്റെയോ? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII കോട്ടയത്താണ് കേട്ടോ. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. റിസർച്ച് കേട്ടോ. ഏതാണ്? റബ്ബറിൻ്റെയാണ്. അടുത്ത തോട്ടവിള ഗവേഷണ കേന്ദ്രം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI കാസർഗോഡാണ്. അവിടെ എന്താ കുഞ്ഞുങ്ങളെ? തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് അവിടെ നടക്കുന്നത്. ഇനി അടുത്ത നോക്കിയേ, കോഴിക്കോട്ട് എന്തോ നോക്കിയേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR കോഴിക്കോടാണ്. സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ചുള്ള സ്പൈസസ് ഇല്ലേ, അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിനായി നീക്കി വെച്ചിരിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് കോഴിക്കോട്ടുള്ളത് അല്ലേ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളാണ് കേട്ടോ, കേന്ദ്രങ്ങളാണ് ഇത്. ഓക്കെ ആണല്ലോ. അടുത്ത കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തു വെച്ചോണ്ട് നിങ്ങൾ കേട്ടോ. ക്യാൻ ഗുഡ് ക്വാളിറ്റി സീഡ്സ് എലോൺ ഗിവൺ എ ബെറ്റർ ഈൽഡ്? വാട്ട് ദ അതർ തിങ്സ് ആർ ടു ബി കൺസിഡേർഡ് ഫോർ എ ബെറ്റർ ഈൽഡ്? നോക്കിയേ, ഏതൊക്കെയാണെന്ന് നോക്കിയേ. മികച്ച വിളവ് ലഭിക്കാൻ വിത്തിൻ്റെ ഗുണമേന്മയ്ക്ക് പുറമെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടത് കേട്ടോ? എന്തൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഫെർട്ടൈൽ സോയിലായിരിക്കണം, പെസ്റ്റ് കൺട്രോള്, വീഡ് കൺട്രോള്, ഗുഡ് ക്ലൈമറ്റ് ആയിരിക്കണം, പ്രോപ്പർ മാനുവറിങ് ആയിരിക്കണം, പ്രോപ്പർ ഇറിഗേഷൻ ആയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേട്ടോ. ഞാനിത് ഒന്നാമത്തതായിട്ട് എഴുതണമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ. Can good quality seeds along given a better yield? What other things are to be considered for a better yield? എന്ന് വെച്ചാൽ മികച്ച വിളവ്, നമ്മൾ എന്തെങ്കിലും നട്ട് കഴിയുമ്പോൾ അതിന് മികച്ച വിളവ് ലഭിക്കാൻ വിത്തിൻ്റെ, നോക്കണ ചോദ്യം, വിത്തിൻ്റെ ഗുണമേന്മയ്ക്ക് പുറമെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മളൊരു കാര്യം നട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാവും നിങ്ങളെ? വളക്കൂറുള്ള മണ്ണാണോ എന്ന് നോക്കണം, കീടനിയന്ത്രണം ഉണ്ടോ എന്ന് നോക്കണം, കളനിയന്ത്രണം ഉണ്ടോ എന്ന് നോക്കണം, പെസ്റ്റ് കൺട്രോൾ കേട്ടോ. പിന്നെ ശരിയായ കാലാവസ്ഥയാണോ, സ്യൂട്ടബിൾ ക്ലൈമറ്റ് ആണോ, ജലസേചനമുണ്ടോ, ഇറിഗേഷൻ, ശരിയായ വളപ്രയോഗം കേട്ടോ. ഇതൊക്കെ കണ്ട് ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ഇവിടെ കിടപ്പുണ്ട്. പ്രോപ്പർ മാന്യൂറിങ്, വളപ്രയോഗം, പ്രോപ്പർ ഇറിഗേഷൻ, ജലസംഭരണം ഒക്കെ ഉണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. അത് നല്ല ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. പ്രോപ്പർ ആപ്ലിക്കേഷൻസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ എ ബെറ്റർ ഈൽഡ്. വിച്ച് ആർ ദ ഫെർട്ടിലൈസേഴ്സ് കോമൺലി യൂസ്ഡ് ബൈ ദ ഫാർമേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി? നല്ല വിളവ് ലഭിക്കാൻ ശരിയായ വളപ്രയോഗം വേണമല്ലോ അല്ലേ. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നല്ല വളം കൊടുക്കണം. നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സാധാരണ ഏതെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? കൗടങ്ങ്, യൂറിയ, കമ്പോസ്റ്റ് മാനുവർ, ബോൺ മീല്, ഗ്രീൻ മാനുവർ, ഫിഷ് മാനുവർ, പോൾട്രി ഡ്രോപ്പിങ്സ്, ഗോട്ട് ഡ്രോപ്പിങ്സ് അല്ലേ, ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളെ? ചാണകം, യൂറിയ, കമ്പോസ്റ്റ്, വളം, എല്ലുപൊടി, കോഴിക്കാട്ടം, ആട്ടിൻകാഷ്ടം, മീനിൻ്റെ വളം, മണ്ണിരയുടെ കമ്പോസ്റ്റ്, പച്ചില വളം, ഇതൊക്കെയാണ്
നമ്മൾ സാധാരണ കർഷകർ ഉപയോഗിക്കുന്നത്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ? ആരാ കുഞ്ഞുങ്ങളെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. വിച്ച് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ യൂസിങ് ഓർഗാനിക് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്? നോക്കൂ കുഞ്ഞുങ്ങളെ, ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും നോക്കിക്കുക. അതിനെക്കുറിച്ച് ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹാവ് ദെയർ ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. So the mixed method of applying more organic fertilizers and lesser quantity of chemical fertilizers is more desirable. എന്ന് വെച്ചാൽ എന്താ നോക്കിക്കേ, ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും ഉപയോഗത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതിനാൽ ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് എല്ലാവർക്കും അഭികാമ്യം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മൈക്രോബയൽ ഫെർട്ടിലൈസർ അല്ലേ? എന്താണ് ജീവാണുവളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദീസ് മൈക്രോ എന്ന് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ, കുഞ്ഞ് കാണാൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പോലെ ചെറിയ അല്ലേ. ഇൻ ദീസ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻസ് ഓഫ് ഫെർട്ടിലൈസർ മൈക്രോബ്സ് ആർ യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ സ്യൂഡോമോണസും പൈറില്ലം PI കേട്ടോ, പൈറില്ലം എന്നിവയൊക്കെ ജീവാണു വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. അടുത്ത ഇച്ചിരി പുറകോട്ടായി പോയില്ലേ. മൃഗസംകരണം കഴിഞ്ഞു. ഓക്കെ, ഗ്രീൻ റവല്യൂഷൻ കഴിഞ്ഞു. പിന്നെ ഏതാ കുഞ്ഞുങ്ങൾ? വളങ്ങൾ അല്ലേ. അടുത്ത മൈക്രോ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗിവ് എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? ഓർഗാനിക്കിൽ ടൊബാക്കോ ഡിക്കോഷൻ അല്ലേ, നീം ഓയിൽ എമൽഷന്, ഗാർലിക് കാന്താരി അതായത് ചില്ലി ഇതൊക്കെ മിക്സ് ചെയ്ത് അല്ലേ. കെമിക്കൽ ആണെങ്കിലോ DDT, എൻഡോസൾഫാന് അല്ലേ, ഫ്യൂറാന്, മെലത്യോണ് അല്ലേ. ഇതെല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ജൈവ കീടനാശിനികൾക്കും രാസ കീടനാശിനികൾക്കും ഉദാഹരണങ്ങൾ എഴുതുക. ജൈവ കീടനാശിനി നോക്കൂ കുഞ്ഞുങ്ങളെ, ഏതൊക്കെയാണ്? പുകയില കഷായം, വേപ്പെണ്ണ, എമൽഷൻ, വെളുത്തുള്ളി, വേപ്പെണ്ണയുടെ എമൽഷൻ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതം, ഇതൊക്കെ ജൈവ കീടനാശിനികളാണ് കേട്ടോ. പക്ഷെ രാസ കീടനാശിനികൾ എന്ന് വെച്ചാൽ തൊണ്ടയുടെ DDT, എൻഡോസൾഫാൻ, മാലത്തിയോൺ, ആ പേരൊക്കെ നോക്കണേ കേട്ടോ, കാർബോഫ്യൂറാൻ, ഇവയൊക്കെ എന്താണ്? രാസ കീടനാശിനികളാട്ടോ കേട്ടോ. DDT ഒക്കെ നമുക്കറിയാം അല്ലേ, എൻഡോസൾഫാനും അറിയായിരിക്കും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഇൻ പ്ലാന്റ്സ്? നോക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾസ് ഇൻ പ്ലാന്റ്സ്? ഒന്ന് ബയോളജിക്കൽ കൺട്രോൾ. ഏതാണ്? നമ്മുടെ ഈ ലേഡി ബഗ് ഉണ്ടല്ലോ, ഈസ് ആൻ ഇൻസെക്ട് വിച്ച് ഈറ്റ്സ് ദ പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്സ് അല്ലേ. ട്രൈക്കോഗ്രാമ ഈസ് അനദർ ഫ്രണ്ട്ലി ഇൻസെക്ട്സ് ഓഫ് ദീസ് കൈൻഡ്. സിമിലാരിറ്റി ഫ്രോഗ്, മാബൂയ, കലോട്ട്സ്, ബഗ്സ് ഇതൊക്കെ ഫീഡ് ഓൺ ദ പെസ്റ്റ് വിച്ച് ഇൻഫെസ്റ്റ് ക്രോപ്സുകൾ. ദീസ് കൈൻഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഈസ് കാൾഡ് ബയോളജിക്കൽ കൺട്രോൾ. എന്നാൽ മെക്കാനിക്കൽ ആണെങ്കിലോ? ദീസ് മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദം മാനുവലി ഓർ യൂസിങ് ട്രാപ്പ് ഈസ് കാൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. ഫെറോമോൺ ട്രാപ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദീസ്. അടുത്ത പെസ്റ്റിസൈഡ്സ് ആർ 2 ടൈപ്പ്. ഒന്ന് കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഓർഗാനിക് പെസ്റ്റിസൈഡ്സും. എന്താണ് ഈ കെമിക്കൽ? ദീസ് ആർ പെസ്റ്റിസൈഡ്സ് പ്രിപ്പയർഡ് യൂസിങ് കെമിക്കൽ സബ്സ്റ്റൻസ്. എന്നാൽ ഓർഗാനിക്കിലോ? ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരേറ്റീവ്ലി ലെസ് ഹാംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ടൊബാക്കോ ഡിക്കോഷന്, നീം ഓയിൽ എമൽഷന്, ഗാർലിക് കാന്താരി, ഇതെല്ലാം എന്താ ഓർഗാനിക് പെസ്റ്റിസൈഡ്സുകളാണ് കേട്ടോ. സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. വട്ടച്ചാഴി കേട്ടോ, ട്രൈക്കോഗ്രാമ, തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നു. ഇംഗ്ലീഷ് പറയുമ്പോഴെല്ലാം അതിൻ്റെ കുറേ മലയാളം ഉണ്ട്
പോട്ടെ കുഞ്ഞുങ്ങളെ. ഇത്തരം ജീവികളെ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യാന്ത്രിക നിയന്ത്രണം എന്നാൽ കെണികൾ ഉപയോഗിച്ചോ അല്ലെ കൈകൊണ്ടോ പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി കേട്ടോ. അടുത്ത അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നത് കേട്ടോ. കീടനാശിനികൾ എന്ന് വെച്ചാൽ 2 വിധമുണ്ട്, രാസകീടനാശിനിയും ജൈവ കീടനാശിനിയും. രാസകീടനാശിനി എന്ന് വെച്ചാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനികളാണ് രാസകീടനാശിനികൾ. അപ്പോൾ ജൈവ കീടനാശിനികളോ? ജൈവ കീടനാശിനികൾ പുകയില കഷായം, വേപ്പെണ്ണ, എമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് തുടങ്ങിയവ ജൈവ കീടനാശിനികളുമാണ് കേട്ടോ. അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ ടു പ്രിപ്പയർ ടൊബാക്കോ ഡിക്കോഷൻ. എന്താണ് പുകയില കഷായം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? പുകയില കൊണ്ട് കഷായം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ചോപ്പ് 100 grams ഓഫ് ടൊബാക്കോ ആൻഡ് സോക്ക് ഇറ്റ് ഇൻ 1.5 liter ഓഫ് വാട്ടർ ഫോർ എ ഡേ. Squeeze it and filter it. Dissolve 10 grams of washing soap in it. Tobacco decoction is ready now. Dilute it by adding twice the quantity of water and spray on plants. എങ്ങനെയാണ് 100 gram പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക. ഇത് പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കുക. ഇതിൽ 10 gram ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച ചെടികൾക്കൊക്കെ തളിച്ചു കൊടുക്കാൻ കേട്ടോ. പെസ്റ്റിനെയൊക്കെ കളയാൻ വേണ്ടി കേട്ടോ. പ്രാണികളൊക്കെ വന്ന ഓരോ ചെടികളെ വന്നിരിക്കത്തില്ലേ കുഞ്ഞുങ്ങളെ, അതിനെയൊക്കെ തടയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഹൗ ക്യാൻ വീഡ്സ് ബി കൺട്രോൾഡ്. കളകളെ എങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം? ആപ്ലിക്കേഷൻ ഓഫ് വീഡ്സൈഡ്സ് അല്ലേ, കളനാശിനികൾ പ്രയോഗിക്കൽ. ബൈ ചോപ്പിംഗ് ആൻഡ് ഡ്രോപ്പിംഗ് വീഡ്സ്, കൈകൊണ്ട് പറിച്ച് മാറ്റിക്കളയുക. പിക്കിംഗ് വീഡ്സ് ബൈ ഹാൻഡ്, വെട്ടി മാറ്റുക അല്ലേ, ഇതൊക്കെ ചെയ്യാം. ഓക്കെ കുഞ്ഞുങ്ങളെ, ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അത് അഗ്രികൾച്ചർ സെക്ടറുകൾ കേട്ടോ. ഈ പാഠത്തിലെ ഇത് കഴിഞ്ഞിട്ട് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ ഓക്കെ. റിയറിങ് സിൽക്ക് വാം അതിന് പറഞ്ഞ സെറികൾച്ചർ എന്നാണ്. ഗ്രോവിങ് ഫ്ലവർ ഫ്ലോറിക്കൾച്ചറാണ്. റിയറിങ് ഹണി ബി എപ്പിക്കൾച്ചറാണ്. റിയറിങ് ഫിഷ് പിസിക്കൾച്ചറാണ്. റിയറിങ് റാബിറ്റ് ക്യൂണിക്കൾച്ചറാണ്. കൾട്ടിവേറ്റിംഗ് മഷ്റൂം കൾച്ചറാണ്. റിയറിങ് പോൾട്രി ഫാമിംഗ് ആണ്. റിയറിങ് കാറ്റിൽ ലീവ് സ്റ്റോക്ക് റിയറിങ് ആണ് കേട്ടോ. ഇത് നല്ലതുപോലെ പഠിക്കണം. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ വേറെ. അതായത് സെറികൾച്ചർ എന്ന് വെച്ചാൽ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നതിനെയാണ് ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത്. തേനീച്ച വളർത്തുന്നതിനെ എപ്പിക്കൾച്ചർ എന്നാണ് പറയുന്നത്. മുയൽ വളർത്തുന്നതിനെ ക്യൂണിക്കൾച്ചർ എന്നാണ് പറയുന്നത്. മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്നതിനെ ഫിസിക്കൾച്ചർ എന്നാണ്. പിസി കൂൺ കൃഷി ചെയ്യുന്നതിനെ മഷ്റൂം കൾച്ചർ എന്നാണ്. കോഴി കൃഷി ചെയ്യുന്നതിനെ പോൾട്രി ഫാമിംഗ് എന്നാണ്. ലൈഫ് സ്റ്റോക്ക് ഫാമിങ്ങിനെ കന്നുകാലി വളർത്തൽ എന്നുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ 20 ഇതുണ്ട്. അതായത് മൊത്തം 31 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഇതിനകത്തിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് ഈ 1ാമത്തെ ചാപ്റ്റർ പഠിക്കുക, കമൻറ്റ് പറയാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക്